എന്താ കാര്യം പറ നിങ്ങള്. എടി ഞാനൊരുതിനെ കൊന്നു. എടി ഞാനൊരുതിനെ കൊന്നു. നിങ്ങളോ? നിങ്ങൾ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. ഇപ്പൊ എടുത്തോണ്ടിനായി നിങ്ങളിപ്പോ ആരെ കൊല്ലാനാ? എടി സത്യമായിട്ട് ഞാൻ ഒരുത്തിനെ കൊന്നൂടി. ആരെ? എന്തിന്? ഞാനുണ്ടല്ലോ, ഞങ്ങളിവിടെ കിടക്കായിരുന്നു. അപ്പൊ സൗണ്ട് കേട്ടു. എനിക്ക് തോന്നുന്നു ആരോ കക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ ഞാൻ പേടിച്ചിട്ട് നേരെ അവിടെ ചെന്ന് നോക്കിയപ്പോ കണ്ടപ്പോ തന്നെ ഒരു വടിയെടുത്ത് ഒരു അടിയും കൊടുത്തു. പക്ഷെ ആസ്ഥാനത്താ കൊണ്ടുവന്ന് തോന്നുന്നു. അപ്പൊ തന്നെ ചത്തു. ഞാൻ എന്നിട്ട് പേടിച്ചിട്ട് കൊണ്ട് കുഴിച്ചിട്ടു. അതിന് എവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടു? വേറെ എവിടെ? നമ്മുടെ വീടിന്റെ ബാക്കില് അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. എന്റെ മണ്ട, വല്ല ബിൽഡിങ്ങിന്റെ പണി എടുക്കണോടത്ത് കൊണ്ടുപോയി കുഴിച്ചിടാൻ പാടില്ല നിങ്ങക്ക്. അതെ, ഇത് ദൃശ്യ സിനിമയല്ല, നമ്മുടെ ജീവിത. അയ്യോ, പോലീസ് രക്ഷിക്കണേ. നിങ്ങൾക്ക് എന്താ മനുഷ്യ? അത് പോലീസ് ഒന്നല്ല, ആംബുലൻസ് പോയതാ പുറത്തേക്കടെ. ഇവിടെ എങ്ങനെ വന്നിരിക്കേ? ആംബുലൻസ് ആയിരുന്നു. ഓ, ഇങ്ങനൊരു പൊട്ടനെയാണല്ലോ ദൈവമേ നീ എനിക്ക് എന്റെ കണ്ടുപിടിച്ചത്. എടി, എന്നെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളെ ആര് നോക്കും? എടി, എനിക്ക് വേറെ നീ ജയിലിൽ പോവാൻ വേണ്ടി. അയ്യടാ, ഞാനിവിടെ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുമ്പോഴാണ് എനിക്ക് വേറെ പോവാൻ പറയണേ. എന്നാണ്? നിങ്ങൾ പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ നിങ്ങക്ക് വേണ്ടി കാത്തിരുന്നോളാം കേട്ടാ. ഓ, ഒന്ന് നിർത്ത്. കൊറേ നേരമായാലും തുടങ്ങിയിട്ട്. കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങളൊന്ന് വന്ന് കിടക്കണേ കിടന്നേ. മനുഷ്യൻ ഉറക്കം വന്നിട്ട് പറയാം. എടി, എന്റെ അടുത്ത് കിടക്കാമോ? എനിക്ക് പേടിയാവണു. നിങ്ങളൊന്ന് പോവാ മനുഷ്യാണെന്ന്. അന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാമോടി? പേടിയുള്ള അപ്പ ഓരോരോ മണ്ടത്തരവും കാണിച്ച് മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞിട്ട് കിടന്ന് പോത്തു പോലെ ഉറങ്ങണ നോക്കിയേ. ഒന്നങ്ങടെ എണീക്ക് മനുഷ്യ. അങ്ങട് ഓ, എന്റെ മനുഷ്യ, ഞാൻ നിങ്ങളെ കൊല്ലാൻ വന്നതൊന്നല്ല. കണ്ണൂർ നോക്ക്, ഞാൻ നിങ്ങളെ കെട്ടിയോളാണ്. കെട്ടിയോള് ഇന്ന് ഏതായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ? നിങ്ങൾ ഇനി ഇവിടെ കിടന്ന് ഉറങ്ങാണ്ട് അത് എവിടെയാന്ന് വെച്ച് ഞാൻ കാണിച്ചതാ കുഴിച്ചിട്ടേക്കുന്നത്. ആര് കാണിച്ചത്? ഓ, നിങ്ങളല്ലേ ഇന്നലെ എന്നോട് പറഞ്ഞ നിങ്ങൾ ആരണ്ട് കൊന്നോ ഒഴിച്ചിട്ടോന്നോ? അത് എവിടെയാന്ന് വെച്ചത് കാണിച്ചതാ നിങ്ങള്. ആ, ശരിയാ. എന്നെ കൊണ്ടാ പോലീസെല്ലാം വന്നവിടെ. എന്റെ പൊന്നോ, പോലീസും പട്ടാളവും ഒന്നും ഇവിടെ വന്നിട്ടില്ല. നിങ്ങളൊന്ന് വരാമോ ഒന്ന് കാണാനായിട്ടാണ് അത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ. ബാക്കിയുള്ളവനെ ഓരോ ബുദ്ധിമുട്ടുണ്ടാക്കാൻ. ആ കാണുന്ന കുഴിയില് ഞാൻ കൊണ്ടുപോയി കുഴിച്ചിട്ടെ. ഇത് അവിടെ മനുഷ്യനെയാ. ഞാൻ മനുഷ്യനൊന്നല്ല കാണുന്നത്. എടി, മനുഷ്യനെ കൊന്നെന്തെങ്കിലും ഉണ്ടല്ലോ, എന്തെങ്കിലൊക്കെ പറഞ്ഞ തെളിവിലാന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മന്ത്രിസഭ തല്ലിപ്പൊളിന്ന് നാട്ടുകാർ മുഴുവൻ ലൈവായിട്ട് കണ്ടതാ. എന്നിട്ടും പറഞ്ഞോണ്ട് നടക്കാം തെളിവില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കോടതിയിൽ വാദിച്ചോണ്ടിരിക്കുക. എടി, ഞാൻ കൊണ്ടത് ഒരു ചുണ്ടനെലിനെയാ. ഒരു ചുണ്ടനെലിനെ കൊന്നതിനാണോ നിങ്ങൾ ഇത്രയും ബിൽഡപ്പ് കൊടുത്ത് പേടിച്ച് വരച്ചിവിടെ ഇരുന്നത്? നിനക്ക് തലക്ക് വല്ല വട്ടാണോ മനുഷ്യ? എടി, നിനക്ക് അറിയാഞ്ഞിട്ടാ. ഇപ്പൊ ചുണ്ടനെലിനെ കൊന്നുകഴിഞ്ഞാണ്ടല്ലോ, അത് കേസായി, അത് നിയമമാക്കി. ചുണ്ടനെലിനെ കൊള്ളാൻ പാടില്ലെന്നുള്ളത്. ഞാനാണെങ്കിൽ അറിയാതെ അതിനെ കൊല്ലുകയും ചെയ്തു. വല്ല പ്രമുഖരാണെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രമുഖനാന്ന് പറഞ്ഞിട്ട് പേപ്പറിൽ വരാറുള്ളായിരുന്നു. ഇപ്പൊ ആണെങ്കിൽ അതുമല്ല. ഇപ്പൊ നമ്മളെ പോലൊരു പാവപ്പെട്ടവനായതുകൊണ്ട് പേപ്പറുകാര്, ന്യൂസ് പേപ്പറുകാരില്ലേ, അവര് കൊടുക്കുമ്പോ എന്റെ ജാതകവും എല്ലാം ഉൾപ്പെടെ കാണുകയും ചെയ്യും. അത് മാത്രോ, വീട്ടിലേക്കുള്ള റൂട്ട് മാപ്പ് വരെ അവര് വരച്ചു വെക്കും ആ പേപ്പറിൽ. പിന്നെ നീ പേടിക്കണ്ട, നിന്റെ വീട്ടുകാരുടെ ഫുള്ള് ഡീറ്റെയിൽസും വരും. ഞാൻ അതിനെ കുന്നൊന്നും പറഞ്ഞോണ്ട്. നമ്മൾ ഇന്ത്യയിലല്ല, ഇത് UK ആണ്. UK ഇവിടെ ചുണ്ടനെലിനെ കൊന്നു പറഞ്ഞാൽ ആരും നിങ്ങളെ പിടിച്ച് അറസ്റ്റ് ഒന്നും ചെയ്യത്തില്ല. കർത്താവേ, ശരിയാണല്ലോ. നമ്മള് UK-യിലായിരുന്നല്ലേ? ആ, പിന്നെ വേറെ കാര്യമുണ്ട്. നാട്ടിൽ ചെല്ലുമ്പോണ്ടല്ലോ, അറിയാതെ പോലും ഉണ്ടല്ലോ ആരും പറഞ്ഞേക്കല്ലോ ഞാൻ അങ്ങനെ കൊന്നു. പോലീസുകാർക്കുണ്ടല്ലോ UK ആണോ ഇന്ത്യ ആണോ നോക്കൂല, തെളിവ് പോലും അവർ അന്വേഷിക്കില്ല. എന്നെ ഓൺ സ്പോട്ടില് റിപ്പോർട്ട് ചെയ്യുന്നേ പിടിച്ചോണ്ട് പോകും. കർത്താവേ.